വസ്ത്രം, ആണിന്റെ വസ്ത്രം പെണ്ണ് ധരിക്കുന്നതും പെണ്ണിന്റെ വസ്ത്രം ആണ് ധരിക്കുന്നതും നിരുത്സാഹപ്പെടുത്തണം. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അയിമത്ത് ഇതൊക്കെ എഴുതി വെക്കുന്നത്. ഇതെന്താണ് കോലം? ചെറുപ്പത്തിലേ നിരുത്സാഹപ്പെടുത്തണം. വലുതായിക്കൊണ്ടിരിക്കുന്ന കുട്ടി ഷോൾഡർ ഇല്ലാത്ത ടോപ്പ് ഡ്രസ് ഇട്ടിട്ടാ വന്നേക്കുന്നത്. ഇതെന്താ ഹാജിയാരെ? ചെറുതല്ലേ? നീ ചെറുതന്നല്ലേ വലുതാല്? ഈ കുട്ടിക്ക് ഇത് മറക്കണ്ടാന്ന് ഇങ്ങനെ അറിയാതെ മനസ്സിൽ ഇങ്ങനെ വരും. അത് പറ്റൂല. ഗസാലി മാമ അവിടെ പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ തന്നെ ലജ്ജ എന്ന സ്വഭാവം പ്രോത്സാഹിപ്പിക്കണം കുട്ടികളിൽ. ഫാത്തിമ എന്താ പാപ്പ, ഇതാ നിന്നെ പഠിപ്പിച്ച സാറ് ഉസ്താദ് വന്നിട്ടാ. അത് പണ്ട് 5ാം ക്ലാസ്സിലാ, ഇപ്പോൾ +2-ലെത്തി. ഇപ്പൊ അവളെ പുറത്തെടുക്കാനൊന്നും പറ്റൂല. അത് പണ്ട് 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. അത് വെറും നാണാ ഉസ്താദ്, ആരും എടുക്കൂല. അങ്ങനെയല്ല പറയേണ്ടത്. എന്റെ മോള് ചെറുപ്പത്തിലെ ഹയാ ഉള്ള മോളാ ഉസ്താദേ, ആരും എടുക്കൂല സാറേ. അങ്ങനെയാണ്. ലജ്ജ കുട്ടികളിൽ ഉണ്ടെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യണം. അൽഹംദുലില്ലാ. ഇനി അതിന്റെ ഓപ്പോസിറ്റ് കുട്ടികളിൽ കണ്ടാൽ, അങ്ങനെ ചില കുട്ടികളിൽ ഉണ്ടാവും. ഉദാഹരണത്തിന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ മോന് ബാത്റൂം ഒന്ന് കുളിച്ചിട്ട് തോർത്തെടുക്കാതെ മുണ്ടെടുക്കാതെ ഇങ്ങനെ പോകും. കിച്ചന്റെ ബാത്റൂം എന്നാണ് മൂപ്പര് കുളിച്ചത്. അങ്ങനെ കിച്ചൺ, സെൻട്രൽ ഹാൾ, ഡൈനിങ് ഹാൾ, ബെഡ്റൂം, വാഹനജാഥയിൽ ഓരോ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 6 റൂം ഇങ്ങനെ യാത്ര ചെയ്യുന്ന ചില പിള്ളേരുണ്ടാവും. ഇങ്ങോട്ട് പോടാ, ഡ്രസ്സ് കിട്ടി. എന്താണ് നാണം വേണ്ടി? ഔറത്ത് തുറന്നിട്ട് ഇങ്ങനെ നടക്കല്? ഔറത്ത് തുറന്നിട്ട് നടക്കുന്ന ആളെ ഭൂമി ശപിക്കൂന്നല്ലേ? ആ കുട്ടിക്ക് 2 വട്ടം അങ്ങനെ തിരുത്തി കൊടുത്താൽ മതി. അവൻ 60 കൊല്ലം ജീവിക്കുന്നത് വരെ അവന്റെ മനസ്സിൽ ഇത് വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് തോന്നിപ്പിക്കും. കുട്ടിക്ക് ലജ്ജ നന്നായിട്ടുണ്ടാക്കണം. അവനങ്ങനെ ആളെ മുമ്പിൽ നിൽക്കൂല. ലജ്ജയുള്ള കുട്ടി, അതിന് നമുക്കും നല്ല ലജ്ജ ഉണ്ടാവണം. വാപ്പച്ചി ഇങ്ങനെ തുണി കൊടുത്തിട്ട് മടക്കി കുത്തിയിട്ട് കുപ്പായില്ല വലിയനില്ലാണ് ഇങ്ങനെ നടക്കുന്നതാണ് ഈ കുട്ടി കാണുന്നത്. പിന്നെ ഇങ്ങനെ ഈ കുട്ടിക്ക് ലജ്ജ ഉണ്ടായി. ഉമ്മ മത്സ്യവില്പനക്കാർക്കും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്നിടത്തൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പണിക്കാരുടെ അടുത്തേക്കും അന്യപുരുഷന്മാരുടെ അടുത്തൊക്കെ യഥേഷ്ടം വർത്താനം പറയുന്നേ കാണുന്നത്. പിന്നെ എങ്ങനെ ഈ മോള് ലജ്ജ പഠിക്കണം? ഈ ലജ്ജ പഠിക്കേണ്ടത് ഉപ്പാന്റെ അടുത്തുനിന്ന് ഉമ്മാന്റെ അടുത്തുനിന്നാണ്. ലജ്ജ ഇല്ലാത്ത ഒരു നീക്കുപോക്ക് നമുക്ക് ഉണ്ടാവരുത്, ഒന്നും ഉണ്ടാവരുത്. ഹയാ അൽ ഹയാ ശുഅബത്തുൻ മിനൽ ഈമാൻ. ഈമാനുള്ളവർക്കുള്ള ഒരു ഗുണമാണ് ലജ്ജ. ലജ്ജയില്ലാത്ത വർത്താനം പറയുന്നവർക്ക് എന്തോ പരമ്പരയിൽ പ്രശ്നമുണ്ട് എന്നാണ് കിതാബുകളിൽ കാണാം. പരമ്പരയിൽ പ്രശ്നമുള്ളവർക്കാണ് പിടുത്തം വിട്ട നാവുണ്ടാവില്ല. ഞാൻ പിന്നെ എല്ലാം തുറന്നു പറയും ഉസ്താദേ. എന്റെ മനസ്സിലൊന്നുമില്ല, തലയിലും ഇല്ല. മനസ്സിൽ മാത്രമല്ല തലയിലും ഇല്ല. അതുകൊണ്ടാണ് ഈ സംഭവം സംഭവിക്കുന്നത്. അങ്ങനെ എല്ലാം തുറന്നു പറയാനൊന്നും പറ്റൂല.